അമൃതംഗമയ ചിത്രം പറയുകയാണെങ്കിൽ ഇത്രയും വെർസറ്റൈലായിട്ട് മോഹൻലാൽ എന്ന നടനെ ഉപയോഗിച്ച ഒരു സിനിമ വളരെ വിരളമായിരിക്കും. നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡ് ചെയ്തപ്പോൾ പറഞ്ഞ കാര്യമാണ്, മോഹൻലാലിനെ ചലഞ്ച് ചെയ്യുക എന്നുള്ളത് ഇവിടുത്തെ എഴുത്തുകാരുടെയും സംവിധായകരുടെയും ജോലിയാണ്. അത് എം ടി സാറിനെ പോലെ ഹരിഹരൻ സാറിനെ പോലെ പ്രഗത്ഭരായ എഴുത്തുകാരനും സംവിധായകരും വളരെ വിജയകരമായി ചെയ്തൊരു സിനിമയാണ് അമൃതംഗമയ എന്ന് പറയുന്നത്. റാഗിങ്ങിൻ്റെ ഒരു ഷെയ്ഡ് കാണിക്കുന്നു. അത് കഴിഞ്ഞ് ഇയാൾ ഇടയ്ക്ക് പെത്തഡിൻ പോലുള്ള ഇത് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളായിട്ട് കാണിക്കുന്നു. ഫാമിലിയിൽ വേറൊരു ട്രാജഡി ഉണ്ടാകുന്ന ഇതായിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ് 24-ാമത്തെ 5-ാമത്തെ വയസ്സിലൊക്കെ ആയിരിക്കും ആ കഥാപാത്രം അദ്ദേഹം ചെയ്തത്. കുറച്ച് ഏറെ പ്രായമായി അല്ലെങ്കിൽ നരച്ച മുടികളും ഒക്കെ ആയിട്ടുള്ള ഒരു ഫേസ് ചെയ്യുന്നത്. ഇയാൾക്ക് ഈ റാഗിങ്ങിൽ വിനീതിൻ്റെ കഥാപാത്രം തന്നെ കൊന്നു കഴിഞ്ഞിട്ടുണ്ടാകുന്ന കുറ്റബോധം, അയാളുടെ കുടുംബത്തിൽ ചെന്ന് കാണുമ്പോൾ ഉള്ളൊരു അവസ്ഥ, ഇത് ഞാൻ ടു ബി വെരി ഫ്രാങ്ക്, നോ ഹാർഡ് ഫീലിങ്സ്, ഇന്ന് അങ്ങനെ ഒരു കഥാപാത്രം ഒരു എഴുത്തുകാരൻ എഴുതിയെന്ന് തന്നെ വയ്ക്കുക, ഇതാര് ചെയ്യുമെന്നുള്ളൊരു ചോദ്യം എന്ന പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് ഉത്തരമില്ല. അന്ന് അദ്ദേഹം പലപ്പോഴും പല യുവനടന്മാരും പരാതി പറയുന്നത് കേട്ടിട്ടുണ്ട് ഇൻ്റർവ്യൂവിൽ, അന്നൊക്കെ സ്ക്രിപ്റ്റുകൾ കിടിലമായിരുന്നു, ഇന്ന് നമുക്കതുപോലെ പെർഫോം ചെയ്യാൻ സ്ക്രിപ്റ്റില്ലാന്ന്. അതിന് ലോയ് സാർ പറഞ്ഞൊരു മറുപടി ഉണ്ട്, അന്ന് അതൊക്കെ അങ്ങനെ എഴുതുമ്പോൾ ഇത് ചെയ്യാൻ മമ്മൂട്ടി മോഹൻലാൽ ഇവിടെ നിൽപ്പുണ്ടെന്നുള്ളത് നമുക്കറിയാം. കാരണം എത്ര ചലഞ്ച് ചെയ്താലും അതിനൊപ്പം എത്തുന്ന 2 നടന്മാരുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. എന്ന് പറയുന്ന പോലുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് അമൃതംഗമയ എന്ന് പറയുന്ന സിനിമ. ആ ടൈറ്റിൽ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പിടികിട്ടില്ല ഇതെന്താണ് സബ്ജക്റ്റ്, ഇതിലെന്താണ് ഇരിക്കുന്നത്. എത്ര മേഖലകളിലൂടെയാണ് ആ സിനിമയുടെ സബ്ജക്റ്റ് സഞ്ചരിക്കുന്നത്. എന്നാൽ ഇതിലെവിടെയെങ്കിലും കണ്ടിന്യൂറ്റിയുടെ ഒരു പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതൊട്ടില്ലതാണ്. അത്ര പെർഫെക്റ്റ്ലി ടൈലർ മെയ്ഡ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റും തീർച്ചയായിട്ടും എം ടി ഹരിഹരൻ എന്ന് പറയുമ്പം അവരുടെ പരാജയപ്പെട്ട ഒരു സിനിമ പോലും എൻ്റെ ഓർമ്മയില്ല, പഴശ്ശിരാജ വരെ. കാരണം അത്രയ്ക്ക് ആണ് ഇൻവോൾവ് ചെയ്ത് ഒരാൾ ചെയ്യുന്നത് മറ്റേയാൾക്ക് അത്ര കൺവിൻസിങ് ആയതുകൊണ്ടാണ് ആ ജോഡി ഒരു പാറ പോലെ ഉറച്ച് നിൽക്കുന്നത്. മോഹൻലാൽ എന്നുള്ള ഒരു ഫാക്ടർ അവിടെ വരുമ്പോഴത്തേക്കും ഈ മുഹൂർത്തങ്ങളിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ നമുക്ക് വേറൊരു ചോദ്യം അവിടെ ചോദിക്കാനില്ല. മറിച്ച് ഈ സിനിമ അത് ഒരല്പം പാളിപ്പോയാൽ ദുരന്തമായി പോകുമായിരുന്നൊരു സിനിമയായിരുന്നു അത്. കാരണം അത് അത്രയും ഡിമാൻഡ് ചെയ്യുന്നൊരു സ്ക്രിപ്റ്റാണ്. ഇതൊരു ഒരു നോർമലി എഴുതി തീർന്നത് ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നൊരു സബ്ജക്റ്റ് അല്ലത്. ഇത് തന്നെയാണ് അമൃതംഗമയുടെ ഒരു വലിയ പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളത്. ഇത് ആ ഒരു പാറ്റേൺ, ഇത് ഏത് ജോൺറാന്ന് ചോദിച്ചാൽ നമുക്കൊരു ജോൺറ് പറയാൻ പറ്റില്ല. ഇത് ഫാമിലി മൂവിയാണോ? അല്ല. എന്നാൽ ക്യാമ്പസ് ഉണ്ടോ? ഉണ്ട്. പക്ഷേ ക്യാമ്പസിൽ എത്ര സിനിമകൾ, പിന്നീട് സൂര്യഗായത്രിയിലൊക്കെ റാഗിങ്ങൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ അമൃതംഗമയിലെ റാഗിങ് ആണ് റാഗിങ്. അത് എം ടി സാറാണ് എഴുതിയത് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം അത്രയും തീക്ഷ്ണമാകുമോ എന്ന് ചോദിച്ചാൽ ആവും. സദൈവ അദ്ദേഹമാണ് എഴുതിയത്. അപ്പോൾ അതുപോലെയുള്ള ഇതിൽ മോഹൻലാൽ ആ സീനിൽ കാണുമ്പോൾ നമുക്ക് തല്ലിക്കൊല്ലാൻ തോന്നും. എന്നിട്ട് വന്ന് കരമനയുടെ കാലിലോട്ട് വീഴുകയാണ് മോഹൻലാൽ. കരമനയാണ് അവിടുത്തെ വാർഡൻ, കാലിലോട്ട് വീഴുകയാണ്. അവിടെ നിന്നുള്ള പുള്ളിയുടെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്, കൺവിൻസ് ആവുക എന്ന് പറയുന്നത് എന്താണ് പറയുക, ഡേ ആൻഡ് നൈറ്റ് പോലുള്ള ഒരു ഡിഫറൻസാണ്. അത് കറക്റ്റ് മാപ്പ് ചെയ്ത് സൂര്യാസ്തമനവും സൂര്യോദയവും ഒക്കെ ഒരുമിച്ച് മാപ്പ് ചെയ്ത് പോകുന്ന പോലുള്ള ഒരു വർക്ക് തന്നെയായിരുന്നു അമൃതംഗമയ. അതിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും ഹാറ്റ്സ് ഓഫ് ടു ദാറ്റ് ടീം. അത് ഇന്നും ശരിക്കും വേൾഡ് ക്ലാസിക്സിൽ മലയാളത്തിൽ നിന്നൊരു നോമിനേഷൻ പോവുകയാണെങ്കിൽ, ഒരു ടോപ്പ് 5 നോമിനേഷൻ പോവുകയാണെങ്കിൽ അമൃതംഗമയ തീർച്ചയായിട്ടും ഞാൻ അതിൽ റെക്കമെൻഡ് ചെയ്യുന്നൊരു സിനിമയാണ്.